മഴയിലും മഞ്ഞിലും അണയാതെ കത്തുന്ന തീനാളങ്ങൾ ഒരു കൗതുകം തോന്നുന്ന കാഴ്ചയല്ലേ? അതുപോലത്തെ ഒരു കാഴ്ച കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 4000 വർഷം പഴക്കമുള്ള ഈ പ്രതിഭാസം നടക്കുന്നത് അസർബൈജാനിലെ യാനർദാഗിലാണ്. അസർബൈജാനി ഭാഷയിൽ യാനർദാഗ് എന്നാൽ കത്തുന്ന പർവ്വതം എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ഈ കുന്നിന് യാനർദാഗ് എന്ന് പേര് വന്നത്. നമ്മൾ പോയ ദിവസം നല്ല മഴ തന്നെയായിരുന്നു. ആ മഴയത്തും കെടാതെ കത്തുന്ന ആ തീനാളം നമുക്കൊരു കൗതുക കാഴ്ച തന്നെയായിരുന്നു. 1950കളിൽ ഈ പ്രദേശത്തൂടി കടന്നുപോയ ആട്ടിടയന്മാർ കൊളുത്തിയ തീയിൽ നിന്നാണ് ഈ തീനാളം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു കെട്ടുകഥയാണ്. യഥാർത്ഥത്തിൽ ഭൂമിക്കടിയിൽ ധാരാളമായി പ്രകൃതിവാതകങ്ങളുടെ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് അസർബൈജാൻ. അതുകൊണ്ട് തന്നെ അഗ്നികളുടെ നാടെന്നാണ് അസർബൈജാൻ അറിയപ്പെടുന്നത്. മൂന്ന് മീറ്ററോളം ഉയരത്തിലൊക്കെ ഈ തീനാളം കത്താറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തീനാളത്തിൻ്റെ അടുത്ത് ഒരുപാട് നാണയങ്ങൾ കിടക്കുന്ന പോലെ കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഗൈഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള ആചാരങ്ങളാണല്ലോ. ചില ആളുകൾ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അവിടെ നാണയങ്ങളൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിലെ പ്രകൃതിവാതക നിക്ഷേപം ഉണ്ടെങ്കിലും അസർബൈജാനിൽ ഇത് ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ടു താഴെയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ തീ പിടിക്കുന്നതെന്നാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇതിനടുത്തായിട്ട് 18ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ഫയർ ടെമ്പിൾ, അതായത് അഗ്നിക്ഷേത്ര എന്നറിയപ്പെടുന്ന ഒരു ടെമ്പിൾ ഉണ്ട്. ഈ ഫയർ ടെമ്പിൾ ഒരു മ്യൂസിയമായിട്ടാണ് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. ഹിന്ദുക്കളുടെ മതാചാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നടരാജ വിഗ്രഹവും ഗണേശ വിഗ്രഹങ്ങളും കല്ലിൽ കൊത്തിയ ഒരുപാട് പ്രതിമകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൗതുകപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. 1975ലാണ് ഇതൊരു മ്യൂസിയമായിട്ട് സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്.
ഫയർ ടെമ്പിളിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഒത്തിരി ഉണ്ട് കാണിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ അസർബൈജാൻ പോവുകയാണെങ്കിൽ കണ്ടിരിക്കേണ്ട നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ ഫയർ മൗണ്ടനും അതുപോലെ തന്നെ ഫയർ ടെമ്പിളും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.